അപ്പോൾ നമ്മൾ തവാങ് മൊണാസ്ട്രിയിൽ നിന്ന് അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇവിടെ തവാങ് മൊണാസ്ട്രിയിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളാണ്, ആ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂട്ടത്തിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് സഞ്ചരിച്ചുകൊണ്ട് ഏകദേശം 100-ൽ പരം വീഡിയോകളാണ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. തുടർന്നും പല ദേശങ്ങളിലെ പല കാഴ്ചകളുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ബാക്കി കാഴ്ചകളിലേക്ക് പോവുകയാണ്. ആറാമത്തെ ദലൈലാമയുടെ ബർത്ത് പ്ലേസ്, ജന്മസ്ഥലമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. സവാങ് ഗാസോവ് എന്നാണ് ഇവരിത് പറയുന്നത്. അപ്പോൾ എഗെയിൻ നമ്മുടെ വെർട്ടിക്കൽ റോഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗോട്ടയിൽ നിന്ന് തവാങ്ങിൽ വന്നതും തവാങ്ങിലെ 1-2 സ്ഥലങ്ങൾ കണ്ടതും മറ്റേ കാഴ്ചയാണ് കാണിച്ചത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തവാങ്ങിൽ തന്നെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ തവാങ്ങിൽ 6-ാമത്തെ ദലൈലാമ ജനിച്ച സ്ഥലം, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് തവാങ്ങിലെ ഈ ഒരു സ്ഥലം. ഇത് കാണാനാണ് വന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഉർജലിംഗ് ഗോംപ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ മൊണാസ്ട്രി ഏകദേശം 1700 വർഷങ്ങൾക്ക് മുമ്പ് 1487 നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് 6-ാമത്തെ ദലൈലാമയായ സാങ്യാൻ ഗാത്സോ ജനിച്ചത് എന്നാണ് പറയുന്നത്. ഇതവരുടെ ഒരു ഹോളി വാട്ടറാണ്, അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടുള്ള ഹോളി വാട്ടറാണ്, ആ കല്ലിനുള്ളിൽ ഉള്ള വെള്ളം എന്ന് പറയുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതുപോലുള്ള സ്തൂപകൾ ഇങ്ങനെ കാണാം. അധികം കാഴ്ചകളൊന്നും ഇവിടെ കാണാനില്ല. ഇത് ഇവരുടെ ഒരു ബുദ്ധിസ്റ്റ്, അവരുടെ ഒരു വിശ്വാസപ്രകാരം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതിപുരാതനമായ ഒരു നിർമ്മിതി ആണ് എന്ന് പറയാം. ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 1500-കൾക്ക് ആണ് ഈ ഒരു നിർമ്മിതി ഉണ്ടായിട്ടുള്ളത്. 1683-ലാണ് ഈ 6-ാമത്തെ ദലൈലാമ ഇവിടെ ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ചരിത്രം. पुजारी नहीं है ना, पुजारी होता तो इसके अंदर में आपको फर्स्ट, सेकंड, थर्ड, फोर्थ पूरा दलैलामा का ഈ കാണുന്ന മരം അതവരുടെ ഒരു മതപരമായിട്ടൊരു ഇതുള്ള മാജിക്കൽ ട്രീ എന്നാണ് പറയുന്നത്. ആദ്യ ദലൈലാമ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് കുത്തിയിട്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് മരമായി വളർന്നതാണ് ആ മരം എന്നാണ് അവർ വിശ്വസിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഉർജലിംഗ് ഗോംപ കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായി പോകുന്നത് തവാങ് വാർ മെമ്മോറിയൽ കാണാനാണ്. ഇവിടെ നമ്മൾ കണ്ടോ, തവാങ് കൻ്റോൺമെൻറ്റിൻ്റെ ഒരു കവാടമാണ് ഇവിടെ ഉള്ളത്. ഇത് കടന്നിട്ടാണ് നമ്മൾ ഈ വാർ മെമ്മോറിയലിലേക്ക് പോകുന്നത്. ഈ തവാങ് വാർ മെമ്മോറിയലിൻ്റെ ഗേറ്റാണ് കേട്ടത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ചൈന വാറിൻ്റെ ഒരു മെമ്മോറിയലാണിത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നിലനിന്നിരുന്ന അതിർത്തി തർക്കവും അതുപോലെ 1959 ചൈനീസ് ഭരണകൂടത്തിനെതിരായ ടിബറ്റൻ കലാപത്തെ തുടർന്ന് 14-ാം ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതുമൊക്കെയാണ് 62 ഈ ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളെന്നാണ് പറയപ്പെടുന്നത്. വടക്ക് പടിഞ്ഞാറ് ലഡാക്കൻ മേഖലയിലും വടക്ക് കിഴക്ക് ഈ തവാങ് മേഖലയിലുമാണ് ചൈന സൈനികമായി ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നത്. ഏതായാലും 1962 ഒക്ടോബർ 20 തുടങ്ങിയ യുദ്ധം നവംബർ 21 ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ച് തീരുന്നതിനിടയിൽ ഏകദേശം 2420 നമ്മുടെ ധീര സൈനികരിവിടെ മരണപ്പെട്ടതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ പേരുകൾ ഓരോ റെജിമെൻ്റ് തിരിച്ചുള്ള പേരുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. നമ്മുടെ സുബേദാർ ജോഗീന്ദർ സിംഗിൻ്റെ മെമ്മോറിയലുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമ ഒരു വെങ്കലത്തിൽ തീർത്ത ഒരു അർദ്ധകായ പ്രതിമ, മറ്റു ഫോട്ടോസുകളൊക്കെ ഉണ്ട്. അകത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഇവിടെ ഈ വാർ മെമ്മോറിയലിൻ്റെ പുറത്ത് ഇവിടെ നല്ലൊരു കാഴ്ച കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട്
നോക്കൂ, നല്ല മനോഹരമായ ഒരു കാഴ്ച. നല്ല ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ ഇവിടുന്ന് എടുത്ത്. നല്ല ഒരു സ്ഥലമാണ്, നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണുന്നത്. വീരാങ്കൻ എന്ന പേര് എഴുതിയൊരു കവാടമൊക്കെ ആയിട്ട് ഇതും ആ വാർ മെമ്മോറിയലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ്. അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ 2 സൈഡിലും അന്നത്തെ പല സൈനികരുടെയും അർദ്ധകായ പ്രതിമകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വാർ മെമ്മോറിയൽ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ നിന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി നവാങ് ബായ് നമ്മളെ കാണിക്കാമെന്ന് പറഞ്ഞ സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് കഴിഞ്ഞു. അത് കാഴ്ച കഴിഞ്ഞു. നമ്മൾ തിരിച്ചത് അവിടെ റൂമിനടുത്തെത്താനായി. അപ്പോൾ ഞങ്ങൾ 2500 രൂപ കൊടുത്തിട്ട് പിന്നെയാണ് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ സൈറ്റ് സീയിങ്, അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ വീഡിയോകൾ കാണിച്ചത്. അപ്പോൾ ഇവിടെ വരുന്നവരോട് പറയാനുള്ളത്, ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 500 രൂപയ്ക്കുള്ള യാത്ര പോലും നമ്മൾ ചെയ്തിട്ടില്ല. ഈ ടൗണിൽ ചുറ്റിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് പോയത്, ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിന് തന്നെ ഇവർ 2500 രൂപയാണ് വാങ്ങുന്നത്. നല്ല സംഖ്യ ഇവിടെ ചിലവ് വരുന്നുണ്ട്. കാരണം 2500 രൂപയ്ക്ക് ആണ് ഇവിടെ ഈ ടൗണിൽ ചുറ്റുമുള്ള സ്പോട്ടുകളിൽ സൈറ്റ് സീയിങ് പോയത്. ദൂരേക്ക് ബുംലയിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ബുംലയിലൊക്കെ പോവുകയാണെങ്കിൽ അതിൽ കൂടുതൽ ചിലപ്പം പൈസ 5000, 6000 ഒക്കെ പൈസ വരും. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ സീസൺ ഇപ്പോൾ ശരിക്കും ഒരു ഏപ്രിൽ മെയ് തുടങ്ങിയിട്ടാണ് ടൂറിസ്റ്റ് സീസൺ വരുന്നത്. അപ്പോഴേ ബുംല പാസ് മാധുരി ലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ അതും നോക്കുക. പിന്നെ അതുപോലെ ഭക്ഷണത്തിന് നല്ല പൈസ വരുന്നുണ്ട് അല്ലേ? നല്ല റേറ്റ് വരുന്നുണ്ട് ഭക്ഷണത്തിനൊക്കെ. റൂം അത്ര നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത റേറ്റിൽ റൂമൊക്കെ കിട്ടാനുണ്ട്. ഒരു 800, 600, 800, 1000, 1200, 1300 അങ്ങനെ പല ലെവലിൽ റൂം കിട്ടാണ്ട്. ലൈറ്റായി വരുമ്പോൾ പിന്നെ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ പിന്നെ രാത്രി 11 ആകുമ്പോഴാണ് വന്നത്. അപ്പോൾ പിന്നെ റൂം തിരഞ്ഞ് കണ്ടുപിടിക്കാനും സമയമില്ലായിരുന്നു. നല്ല തണുപ്പും നിൽക്കാൻ പറ്റാത്ത തണുപ്പുമായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്നൊരു കിടന്നുറങ്ങുക എന്നുള്ള സംവിധാനമായതുകൊണ്ട് കിട്ടിയ റൂമിൽ കിടന്നതാണ്. അത് 1000 രൂപയുടെ റൂമാണ്. അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ മുകളിൽ കാണുന്നത് ഈ സംഭവം ഹീറ്ററിൻ്റെ കാര്യം പെർ ഡേ 300 ഹീറ്ററിന്. അപ്പോൾ ഇവിടെ ഭക്ഷണത്തിന് അതുപോലെ സാധനങ്ങൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഭയങ്കര റേറ്റ് വരും. ഇപ്പം രാവിലെ ഞങ്ങളൊരു ഗ്ലൗസ് നോക്കി, എത്ര പറഞ്ഞു? 290 രൂപ. 290 രൂപ ഗ്ലൗസിന്. ഒരു ഗ്ലൗസിന് ആ ഗ്ലൗസ് നമ്മൾ ഗോട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ 50 രൂപ പോലും കൊടുക്കേണ്ടി വരും ആ സാധനത്തിന്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. എന്ത് സാധനങ്ങളാണെങ്കിലും ഭയങ്കര റേറ്റാണ്. അപ്പോൾ എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഗോട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ വാങ്ങിയിട്ട് വരിക. ഗോട്ടിയിൽ നമുക്ക് കുറഞ്ഞ പൈസക്ക് കിട്ടുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈ നമ്മളെ ഇത് ഞങ്ങളൊന്നല്ല വാങ്ങിയതാണ് മങ്കി ക്യാപ്പ്. ഇത് നമ്മൾ ആകത്ര വാങ്ങി നമ്മൾ രണ്ടും കൂടിയിട്ട് 150 രൂപയ്ക്കാണ് 2 മങ്കി ക്യാപ്പ്. ക്വാളിറ്റിയുള്ള സാധനമാണ്. അത് ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ മിക്കവാറും 500 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഏത് കാരണം ഇവിടുത്തെ പറഞ്ഞിട്ടല്ല, ഇവിടെ സാധനങ്ങൾ എത്തിക്കണമെങ്കിലും ഉള്ള ട്രാൻസ്പോർട്ടിങ് ചാർജ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നിങ്ങനെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടൗണൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് തൽക്കാലം നമ്മുടെ തവാങ്ങിയ കാഴ്ചകളോട് അവസാനിപ്പിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബാക്കി നമുക്ക് അടുത്ത കാഴ്ചകളുമായി ഇനി നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. മാർക്കറ്റിൻ്റെ കാഴ്ചകൾ പറ്റുമെന്ന് കാണിക്കാം. ബാക്കി നാളെ തിരിച്ചു പോകുന്നതിൻ്റെ നമ്മൾ സൈലാബാസിലെ പകല് നമ്മൾ കണ്ടിട്ടില്ല. നല്ല രാത്രിയായി സൈലാബാസിലെത്തിയപ്പോൾ. അപ്പം സൈലാബാസിലെ മഞ്ഞും കാര്യങ്ങളും കാണിക്കാൻ പറ്റുന്ന അത്ര നാളെ കാണിക്കാം. അപ്പോൾ ഓക്കെ, ധന്യവാദം. ഫുഡ് ഓർഡർ ചെയ്ത് കാത്തിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ടച്ചപ്പ് ഇത് നമ്മൾ ഉണക്കമീൻ കുത്തി ചതച്ചാണെന്ന് തോന്നി. ഇത് ഉള്ളി ഇതൊക്കെ പിന്നെ 2 അച്ചാറും. ചൗമീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്.
അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട്. ചിക്കൻ ചൗമീൻ, വിനോദ് പോർക്കിൻ്റെ ചൗമീനാണ് അതിന്. ഇതിൻ്റെ കൂടെ ചെറിയൊരു എന്തോ ഒരു സൂപ്പും ഉണ്ട്. ഇവിടെ ഒരു അമ്മച്ചി വഴിയിൽ നിന്ന് ഒരു കച്ചവടം നടത്തുന്നത്. ഇതിലേ ഒരു സാധനം എന്താണെന്നൊരു സംശയമുണ്ട്. क्या चीज़ है? ये हम लोग का सब्जी है, ये पानी से निकलता है, पानी से निकलता है। पानी से निकलते है, इसके बाद सुखाता है, हाँ, पानी से निकल के इसके बाद सुखा के, और इसके बाद हम लोग का ये यहाँ पे छुर्पी होता है ना, ഇത് സംഭവം പുഴയിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു തരം പായലാണ് കേട്ടോ. അത് ഉണക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഒരു റിവർ വീട്. ഇതിന് ചുരു എന്നോ എന്താണ് ഇവിടെ പറയുന്നത്. ഭൂട്ടാനീസ് ഒരു ഫുഡാണ് അത്. ഒരു ചുരു ജാജി എന്ന് പറഞ്ഞ ഒരു സൂപ്പ് ഉണ്ടാക്കാനും അതുപോലെ പനീറിൻ്റെ കൂടെ ഒക്കെ കഴിക്കും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. സംഭവം ഫാറ്റ് കുറവുള്ള നല്ല മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ഉള്ള ഒരു സാധനമാണെന്നാണ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സമയം 3:15 കേട്ടോ, ഉച്ചയ്ക്ക് 3:15. അപ്പോൾ ഞങ്ങളൊന്ന് തവാങ് ഒന്ന് നടന്ന് കണ്ടിട്ട് മാർക്കറ്റും ഇതൊക്കെ ഒന്ന് കാണാം, മൊത്തം കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലെ തണുപ്പാണ്. മാർക്കറ്റ് ഒന്നാമത് ഞായറാഴ്ചയാണ്, അപ്പോൾ കുറേ മാർക്കറ്റില്ല. പിന്നെ പൊതുവേ ശാന്തമാണ് ഇവിടെ. ഈ വിൻ്റർ സീസൺ ഉച്ച കഴിഞ്ഞാൽ ആരും അധികം പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഞങ്ങൾക്ക് പറയാമല്ലോ എന്ന് വെച്ചാൽ തവാങ് വരുന്നവർ ഈ സീസണിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. തവാങ് എക്സ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം അതുപോലെ തണുപ്പ. ഈ പറഞ്ഞ പോലെ മുംബൈ ബസ്സും മറ്റുള്ള ഏരിയകളൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ തവാങ് പിന്നെ കാണാൻ വരുന്നവർ, എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ ഒരു ഏപ്രിൽ മെയ് സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷം ജൂൺ ജൂലൈ ഒക്കെ വരിക. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ നമ്മളൊരുവിധം തണുപ്പിലൊക്കെ നമ്മൾ നിന്നാണ്. നമ്മൾ കാശ്മീരിൽ പോയിട്ടുണ്ട്, ലഡാഖിൽ പോയിട്ടുണ്ട്, നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്ത അത്ര തണുപ്പാണ് ഇപ്പോൾ. അവിടെ നമ്മൾ പോയത് പിന്നെ മെയിലാണ്, കാശ്മീർ ലഡാഖൊക്കെ. ജനുവരി ഫെബ്രുവരിയിൽ തവാങ്ങിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, നിൽക്കാൻ കഴിയില്ല, അത്ര തണുപ്പാണ്. മഞ്ഞ് മുഴുവൻ പോയിട്ടില്ല, -5 ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തവാങ്ങിലെ കാഴ്ചകളോട് നിർത്തുകയാണ്. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകണം. കുറച്ചുകൂടെ നടക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ 2 കാര്യങ്ങൾ കൊണ്ട് ഒന്ന് കാലാവസ്ഥ സമ്മതിക്കുന്നില്ല. പിന്നെ ഇവിടെ ഞായറാഴ്ച കണ്ട ഒരുവിധം കടകളൊക്കെ അടവാണ്, ബന്ധാണ്. ഉച്ചവരെ ഇന്ന് CMൻ്റെ പ്രോഗ്രാം ഇതൊക്കെ ആയിട്ട് അടവായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കടകളെ തുറന്നുള്ളൂ. മാർക്കറ്റ് ഏരിയ സജീവമല്ല. അതുകൊണ്ട് തന്നെ തവാങ്ങിലെ കാഴ്ചകൾ നമുക്കങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ കണ്ട വീഡിയോകൾ കാണാം. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് പോകും. പോകുന്ന വഴിക്ക് പറഞ്ഞ പോലെ സേലാപാസ് ഒന്നുകൂടി നമുക്ക് പകൽ വെളിച്ചത്തിൽ കാണാം വിചാരിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് സേലാപാസ് ബ്ലോക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ശരിയായതാണ്. നാളെ ഞാൻ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഏതായാലും തണുപ്പ് അപാരതാണ്. നിങ്ങളിഞ്ഞ് തണുപ്പ് മാത്രം ആസ്വദിച്ചാൽ മതി നിങ്ങൾ വന്നോളൂ. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത തണുപ്പോട് ആസ്വദിക്കാം. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഏതായാലും ഓക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ നമുക്ക് മടക്ക യാത്ര കൂടി കണ്ടിട്ട് സേലാപാസിലെ കാഴ്ചകളും കണ്ടിട്ട് ഈ ഒരു സീരീസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.
തണുപ്പിൽ നിന്നൊരു ബൈ